മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിൻ്റെ അമ്മ എന്നതിനേക്കാൾ ഉപരിയായി എല്ലാവരുമായി വളരെ അടുപ്പം പുലർത്തുന്ന അത് എല്ലാവരുമായി നന്നായി സംസാരിക്കാനും ഇടപഴകാനും ആഗ്രഹിക്കുന്ന ഒരമ്മയായിരുന്നു ശാന്തകുമാരി. മാത്രമല്ല അതുപോലൊരു അമ്മയെ ഭാഗ്യം ചെയ്യണം കിട്ടാൻ എന്ന് പലരും പരാമർശിക്കുകയും ഉണ്ടായി. മോഹൻലാൽ എന്ന അതുല്യ നടനെ നമുക്ക് സമ്മാനിച്ചു എന്നതിനപ്പുറത്തേക്ക് മലയാളികൾ ഇപ്പോഴും വളരെ സുപരിചിതയായി അവരെ കണക്കാക്കുന്നു. ഓരോരുത്തർക്കും മലയാളികൾക്ക് അമ്മയുടെ മുഖവും ഓർമ്മയുണ്ട് എന്നുള്ളതും വ്യക്തമാണ്, നമുക്ക് കൃത്യമായി പറയാനും കഴിയും. അപ്പോൾ എങ്ങനെയാണ് അവിടെ എത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ അമ്മയുമായിട്ടുള്ള ഒരു അടുപ്പത്തെ പറ്റിയൊക്കെ എന്താണ് പറയുന്നത്? എൽദോ, ഇതില് നമുക്കറിയാം മോഹൻലാൽ എന്ന ഒരു പ്രതിഭാസത്തെ, ഒരു മഹാനടനെ പരിചയപ്പെടുത്തേണ്ടതില്ല ഇന്ത്യൻ സിനിമാ സമൂഹത്തിന്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയ്ക്കും ഇതേ ഒരു പദവി തന്നെയാണ്. കാരണം എത്രത്തോളം മകനെ അവർ സ്നേഹിച്ചിരുന്നു, എത്രത്തോളം വാത്സല്യം നൽകിയാണ് മകനെ അവർ കൊണ്ടു നടന്നിരുന്നത്. അത് ഒരളവ് പോലും കുറയാതെ കൃത്യമായി മലയാളികൾക്ക് അറിയാം എന്ന് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത. ആ ഒരു പല അഭിമുഖം വാത്സല്യപൂർവ്വം അവർ പറയുന്നുണ്ട്. മകനെ കുറിച്ച് വളരെയധികം അവർ മജാലയാകുന്നുണ്ട്. ലാലു എന്ന നീട്ടിയുള്ള ഒരു വിളിയുണ്ട്. അതിന്റെ ഒരു പ്രത്യേക താളവും വാത്സല്യവും ഇമ്പവും എല്ലാം അടങ്ങുമ്പോൾ ആ ഒരു വിളിയിൽ മോഹൻലാൽ എന്ന മലയാളത്തിന്റെ അല്ലെങ്കിൽ ഇതിഹാസകാരനായ ഒരു നടൻ വളരെ പെട്ടെന്ന് ഒരു കുഞ്ഞുകുട്ടിയായി അമ്മയ്ക്ക് മുന്നിലേക്ക് വരുന്നതും മാറുന്നതും എല്ലാം നമ്മൾ കാണാറുണ്ട്. അതെല്ലാം നമ്മൾ പല അഭിമുഖങ്ങളിലും പല ചിത്രങ്ങളിലും, എന്തിന് ചില നിശ്ചല ചിത്രങ്ങളിലെല്ലാം തന്നെ അത് വളരെ അനുസരണയുള്ള വാത്സല്യമുള്ള ഒരു കുട്ടിയായി മോഹൻലാൽ അമ്മയ്ക്ക് മുന്നിൽ ഇരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒരു പറച്ചിലിന്റെയോ അല്ലെങ്കിൽ മറ്റൊന്നിന്റെയും തന്നെ ആവശ്യമില്ല. എല്ലാവർക്കും വളരെ ആ ഒരു അടുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ഒരു അമ്മയും മകനും തമ്മിലുള്ള വല്ലാത്തൊരു പാരസ്പര്യമുണ്ട്. അത് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ബോണ്ടിങ് തന്നെയാണ് എല്ലാവരും ഇരുവരെയും ഏറ്റെടുക്കുന്നതിനുള്ള ഒരു കാരണം. അത് തന്നെയാണ് അവിടെ എത്തുന്നവർ പങ്കുവയ്ക്കുന്നതും ഇതേ വികാരമാണ്. അവിടെ ഇവിടേക്ക് എത്തുന്ന ആളുകൾ, സിനിമാ ലോകത്ത് നിന്ന് ഒട്ടനവധിയായ ആളുകൾ ഇവിടേക്ക് വന്നു പോകുന്നവരുണ്ട്. അതുപോലെ തന്നെയാണ് ആ പരിസരത്തുള്ളവർ. നോക്കുക, എളമക്കര എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്താണ് മോഹൻലാലിന്റെ ഈ ഒരു വീടുള്ളത്. നാളുകൾക്ക് മുൻപ് വാങ്ങിയ ഒരു വീടാണ്. പിന്നീട് മോഹൻലാൽ അവിടെ കുടുംബവുമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ചികിത്സാർത്ഥം അവിടെ ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുക്കിക്കൊണ്ട് മോഹൻലാൽ മറ്റൊരിടത്തേക്ക് മാറുകയും, എന്നാൽ അവിടെ സ്ഥിരമായി മോഹൻലാല് എത്തുകയും ചെയ്യും, കാര്യങ്ങൾ അന്വേഷിക്കുകയും അതോടൊപ്പം തന്നെ നാട്ടുകാരോട് പരിസരത്തുള്ളവരോടെല്ലാം സംസാരിക്കുന്നു. വലിയൊരു നടന്റെ യാതൊന്നും ഭാവങ്ങളോ ഒന്നുമില്ലാതെ തന്നെ അവിടേക്ക് എത്തുന്നവർക്ക് മുന്നിൽ അദ്ദേഹം സംസാരിക്കുന്നതിന്റെ എല്ലാം കാരണം തന്റെ അമ്മയുടെ അയൽക്കാർ എന്ന രീതിയിലെല്ലാം തന്നെ അവരോട് സംസാരിക്കുന്ന ആ ഒരു പ്രകൃതമായിരുന്നു മോഹൻലാലിന്റേത്. അവിടേക്ക് എത്തുന്നവർക്കും അമ്മ അതേപോലെ തന്നെയായിരുന്നു. ആ ദിവസങ്ങളുടെ വന്നു പോകുന്നവർക്ക്, അതിന്റെ തൊട്ടടുത്തുള്ള വീട്ടുകാർക്ക്, ഇവർക്ക് എല്ലാവർക്കും തന്നെയും ഒരു പരിചയമുള്ള ഒരാൾ എന്ന രീതിയിൽ തന്നെയായിരുന്നു. അവർക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന, നമ്മൾ ഈ സമയം അത്രയും പറഞ്ഞു പോകുന്നത് മോഹൻലാലും അമ്മയും തമ്മിലുള്ള ആ ഒരു ബന്ധം തന്നെയാണ്. നമ്മൾ ഇത്രയ്ക്കധികം സംസാരിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എൽദോ, എത്രത്തോളം അത് മലയാളികൾ തിരിച്ചറിയുന്നുണ്ട് എന്നത് തന്നെയാണ് അതിന്റെ ഒരു ഊഷ്മളത എന്ന് പറയുന്നത് എൽദോ. ഉറപ്പായും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ശേഷം അമ്മയോടൊപ്പം പുരസ്കാരം പങ്കിടാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് മോഹൻലാൽ പറയുകയുണ്ടായി. മാത്രമല്ല ശാന്തകുമാരി അമ്മയുടെ 89ാം പിറന്നാളൊക്കെ വലിയ തോതിൽ ആഘോഷിക്കുകയൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതൊക്കെ ലാൽ കുറിക്കുന്നതും കണ്ടിരുന്നാലും എവിടെ പോയാലും അമ്മയുമായി ഫോണിലും ഒക്കെ ആ ബന്ധം നിലനിർത്തിയിരുന്ന, എപ്പോഴും അമ്മയുമായി സംസാരിച്ചിരുന്ന മോഹൻലാലാണത്. ഏത് ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും ഞാൻ എല്ലാ ദിവസവും അമ്മയോട് സംസാരിക്കുമെന്നാണ് മോഹൻലാൽ പല അഭിമുഖങ്ങളിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ മലയാളികൾക്ക് സുപരിചിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ അന്തരിച്ചത്. അവരുടെ വിയോഗമാണ് ഇന്ന് മലയാളികൾ വളരെ ദുഃഖത്തോടെ കേട്ടത്. നാളെ തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം. ഇന്ന് രാത്രി തന്നെ അവിടെ നിന്നും മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാനി, എങ്ങനെയാണ് ഈ ക്രമീകരണങ്ങളിൽ ഒരു വ്യക്തത
പറഞ്ഞിട്ടുണ്ടോ? 8 മണിക്ക് തന്നെ അവിടെ നിന്ന് പുറപ്പെടാനുള്ള ആലോചനയിലാണ് കാര്യങ്ങൾ. എന്തോ നിലവിൽ ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ. 8 മണിയോടുകൂടി അല്ലെങ്കിൽ ഒരു 8:30 ഇവിടെ നിന്ന് പുറപ്പെടുക എന്നതാണ് ഇപ്പോൾ ഉള്ള ഒരു ക്രമീകരണങ്ങൾ. അതിൽ വന്നിരിക്കുന്ന നിർദ്ദേശങ്ങളും അത് തന്നെയാണ്. തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക, അവിടെ വീട്ടിൽ ഒരു പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങൾ സജ്ജമാക്കുക, തുടർന്ന് ഉച്ചയോടുകൂടി സംസ്കാരം എന്ന രീതിയിലാണ് ഇതുവരെയുള്ള ഒരു ക്രമീകരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ വ്യത്യാസം വന്നേക്കാം. ചിലപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ള ഒരു വ്യത്യാസങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും ഈ നിലവിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഈ രീതിയിലുള്ളതാണ് എന്നതാണ് അവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. മറ്റു വിശിഷ്ട വ്യക്തികളോ മറ്റാരും ഇവിടെ കൊച്ചിയിലേക്ക് ഇപ്പോൾ എത്തുന്നതായിട്ട് മറ്റൊരു അറിയിപ്പ് വന്നിട്ടില്ല. പലരും തന്നെയും മമ്മൂട്ടി അടക്കമുള്ളവർ കൊച്ചിയിൽ ഇവിടെ വസതിയിലെത്തുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഒരുപാട് സമയം അവിടെ ചെലവഴിച്ച് മടങ്ങിപ്പോവുകയും എല്ലാമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം 8 മണിയോടുകൂടി അതൊരു മതിയായ ഒരു സമയമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഒരുപാട് ബഹളങ്ങളില്ലാതെ വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് പോവുക എന്നത് തന്നെയാണ്. തിരുവനന്തപുരം വളരെ ജന്മസ്ഥലമാണ്. ഒരുപാട് ബന്ധങ്ങളും ഇഴയടുപ്പങ്ങളും ഒരുപാടുള്ള ഒരു പ്രദേശമാണ്, ജന്മസ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് തന്നെ മടങ്ങുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടെ പൂർണ്ണമായും സജ്ജമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ദിവസം വളരെയധികം, കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ശാന്തകുമാരി അമ്മ ചികിത്സയിലായിരുന്നു. 90 വയസ്സ് പ്രായാധിക്യം മൂലമുള്ള വിഷയങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ ചികിത്സകൾ തുടരുകയായിരുന്നു. കഴിഞ്ഞ 3 മാസമായിട്ട് രോഗം മൂർച്ഛിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതുവരെയും കുറേയൊക്കെ ആരോഗ്യസ്ഥിതി എല്ലാം തന്നെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം തന്നെ കഴിഞ്ഞ 3 മാസം കൊണ്ടാണ് ആരോഗ്യസ്ഥിതി പിന്നെയും കുറച്ച് മോശമാകുന്ന അവസ്ഥയിലേക്കെല്ലാം തന്നെ വന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് മരണം സംഭവിക്കുന്നത്. മരണസമയത്ത് മോഹൻലാൽ അടക്കം അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ രോഗം മോക്ഷിക്കുന്നു എന്ന രീതിയിലേക്കെല്ലാം വിവരങ്ങൾ മുഴുവൻ സമയവും സജ്ജമായ ആരോഗ്യ പ്രവർത്തകരടക്കം ഇവിടെ ഉണ്ടായിരുന്നു. അവർ വിവരങ്ങളെല്ലാം തന്നെ മോഹൻലാൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആ സമയത്ത് അദ്ദേഹവും കുടുംബവും അവിടെ എത്തിച്ചേർന്നിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മരണം സ്ഥിരീകരിച്ചതിന് ശേഷം അവിടേക്ക് വലിയ രീതിയിലുള്ള ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു വലിയ രീതിയിൽ അവിടെ ഉണ്ടായതും അനുഭവപ്പെട്ടതുമെല്ലാം. സിനിമാ ലോകത്ത് ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തിരുന്നു. സമയം അത്രയും ഇവിടേക്ക് വലിയ രീതിയിലുള്ള ഒരു വരവ് എല്ലാ ഭാഗത്തും തന്നെയുണ്ട്. എന്തോ മലയാളി എക്കാലത്തും കൗതുകത്തോടെയും ആദരവോടും കൂടി നോക്കിക്കണ്ടതാണ് ആ മഹാനടനും അമ്മയും തമ്മിലുള്ള ആത്മബന്ധം. ലാലു എന്നാണ് അമ്മ മോഹൻലാലിനെ വിളിക്കാറ്. തൻ്റെ മകനെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ശാന്തകുമാരി അമ്മയുടെ അഭിമുഖങ്ങൾ പലപ്പോഴും മലയാളികൾ കണ്ടിട്ടുണ്ടാകും. അതിപ്പോൾ ഓർത്തെടുക്കുന്നുമുണ്ടാകും. എന്നാലും ആ അമ്മയുടെ വിയോഗം അത് ചികിത്സയിലായിരുന്നു പക്ഷാഘാതത്തെ തുടർന്ന് എങ്കിൽ പോലും അത് വല്ലാത്ത രീതിയിൽ മലയാളികൾക്കും ഒരു ഞെട്ടലായി നിൽക്കുന്ന സാഹചര്യമാണ്. വലിയ പ്രശസ്തിയിലേക്ക് മോഹൻലാൽ കുതിച്ചപ്പോഴും ലാലു എന്ന മകൻ എപ്പോഴും ആ ശാന്തകുമാരി അമ്മയുടെ അടുക്കിലേക്ക് ഓടിയെത്തുമായിരുന്നു. ഏറ്റവും ഒടുവിൽ നേരത്തെ പറഞ്ഞ പോലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയപ്പോഴും ആദ്യം അമ്മയുടെ അരികിലേക്കാണ് മോഹൻലാൽ ഓടിയെത്തിയത്. അത്രമാത്രം അമ്മയെ സ്നേഹിച്ചും അമ്മയോട് വാത്സല്യം കാട്ടിയും നിന്നിരുന്ന മകനായ മോഹൻലാൽ ഈ അമ്മ അസുഖത്തെ തുടർന്ന് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നൊക്കെ വെളിപ്പെടുത്തിയത് മോഹൻലാൽ തന്നെയാണ്. അന്ന് വളരെ വൈകാരികമായി വികാരാധീനനായിട്ടാണ് മോഹൻലാൽ ഇക്കാര്യങ്ങൾ സംസാരിച്ചതും ഇക്കാര്യങ്ങൾ പറഞ്ഞതുമെല്ലാം തൻ്റെ കുറിപ്പിലൂടെ. അമ്മയ്ക്ക് ഇപ്പോൾ പണ്ട് അമ്മ തനിക്ക് ഉരുട്ടി തന്നതുപോലെ ഇപ്പോൾ ഞാൻ അമ്മയ്ക്ക് ചോറ് ഉരുട്ടി കൊടുക്കുന്നു. അമ്മയുടെ കണ്ണുകൾ നോക്കിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ആ സംസാരിക്കുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്നും ആ സ്നേഹവും വാത്സല്യം ഇപ്പോഴും തനിക്ക് കിട്ടുന്നു എന്നൊക്കെ മോഹൻലാൽ വൈകാരികമായി എഴുതുന്നുണ്ടായിരുന്നു. എന്നാലും മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ വിയോഗമാണ് ഇന്ന് മലയാളികളെ തേടിയെത്തിയത്. മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ചു. കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ നടക്കും. തിരുവനന്തപുരത്ത് മുഴുവൻ മുകളിലെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം എന്നാണ് അറിയുന്നത്. മോഹൻലാലിൻ്റെ സഹോദരൻ പ്യാരിലാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം
മോഹൻലാലിനൊപ്പം തന്നെയായിരുന്നു അമ്മ. ഇപ്പോൾ എളമക്കരയിലെ വീട്ടിലായിരുന്നു ചികിത്സാർത്ഥം. അവിടെയായിരുന്നു താമസവും മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. എപ്പോഴും അവിടേക്ക് ഓടിയെത്തുന്ന മോഹൻലാലിനെയാണ് സിനിമാ ലോകത്തെ അടുപ്പക്കാർ, സ്നേഹിതരെല്ലാവരും പറഞ്ഞു വെക്കുന്നത്.